ഒരാഴ്ച മുമ്പ് വരെ അണ്ണാക്കിൽ പിരിയും വെട്ടി സ്വന്തം കാലിനിടയിൽ തലയും തിരികി മിണ്ടാതിരുന്ന ചില സാംസ്കാരിക നായകരൊക്കെ ഇപ്പോൾ മെല്ലെ കുരച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ കുര വന്നത് സുരേഷ് ഗോപിക്കെതിരെയാണ്. കുരച്ച ആളുടെ പേര് ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്നാണ്. എന്താ കാര്യം? സുരേഷ് ഗോപിയുടെ ഒരു സംഭാഷണത്തിൽ പ്രജ എന്ന് വന്നു പോയത്രേ. പ്രജ എന്ന് പറയാൻ പാടില്ലത്രേ. നൂറ്റാണ്ടുകളോളം സമരം ചെയ്ത് നേടിയെടുത്ത സമത്വമാണ് ഇത്, ജനാധിപത്യമാണ്. ജനാധിപത്യ കാലത്ത് പ്രജ എന്ന് ഉപയോഗിക്കാൻ പാടില്ലത്രേ. എന്താ കഥ അല്ലേ? ജനാധിപത്യത്തിൽ കൂടെ തിരഞ്ഞെടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന എന്താ? മന്ത്രി, MLA. മന്ത്രി എന്ന് വിളിക്കാമെങ്കിൽ പിന്നെ പ്രജ എന്ന് വിളിക്കുന്നതിന് എന്താണ് കുഴപ്പം സാർ? അത് ചോദിക്കാൻ പാടില്ല. സാംസ്കാരിക നായകരോട് തിരിച്ച് ചോദ്യം ചോദിക്കാനേ പാടില്ല. സർക്കാരിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തനിക്ക് 2000 കുണുവയാണ് കിട്ടിയത് എന്ന് പറഞ്ഞതാരാ? ഇതേ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്, നമ്മളാരും പറഞ്ഞതല്ല. അപ്പോൾ 2000 രൂപയ്ക്ക് സാംസ്കാരിക പരിപാടിക്ക് പോകുന്ന ഒരാൾക്ക് നമ്മളൊരു 4000 രൂപ കൊടുത്താൽ നമുക്ക് വേണ്ടി കുരയ്ക്കാൻ തയ്യാറാവും എന്നല്ലേ അർത്ഥം? അതായത് 4000 രൂപ കിട്ടിയാൽ സുരേഷ് ഗോപിയല്ല, സ്വന്തം പിതാവിനെതിരെയും കുരയ്ക്കും ഇതേപോലെയുള്ള സാംസ്കാരിക നായകർ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, താങ്കളൊരു കവിയായിരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഒരുപക്ഷെ ഇയാൾ കവിയായിരുന്നു എന്ന് ചോദിക്കും. കാരണം അവർക്കറിയാവുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് മൂന്നാംകിട സീരിയലിലും ചില സിനിമയിലെ സൈഡ് റോളുമൊക്കെ ചെയ്യുന്ന ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു നടൻ അത്രമാത്രമാണ്. എന്നാൽ ഇദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു കേട്ടോ. കുറച്ച് കൂതറ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. അയ്യോ, അന്നത്തെ കാലത്ത് അത് വലിയ ഉദാത്തമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താ അത് സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനമെന്ന് ചോദിച്ചാൽ, ഒരു തലമുറയെ, യുവാക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്താൻ ഉപയോഗിച്ചു അത്തരം കവിതകൾ എന്നതാണ് അതിൻ്റെ. ഇയാൾ മാത്രമല്ല, M. മുകുന്ദൻ എന്ന മറ്റൊരു കഥാകാരൻ കൂടിയുണ്ടായിരുന്നു. ഇവരൊക്കെ സമൂഹത്തോട് ചെയ്തു വെച്ച സംഗതി അത് തന്നെയാണ്. കുറേ യുവാക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തിയത്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ M. മുകുന്ദൻ ഇപ്പോൾ അമ്പലമായ അമ്പലങ്ങളെല്ലാം നിരങ്ങി നടക്കുകയാണ്. ആ സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉള്ളൂ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹവും വലിയ താമസമില്ലാതെ എത്തും. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരാഴ്ച മുമ്പ് വരെ നമുക്കറിയാം, സിദ്ധാർത്ഥ് എന്നൊരു പാവം പയ്യനെ SFI കാബാലികർ തല്ലിയും ചവിട്ടിയും കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി അതിനെതിരെ ഒരക്ഷരം പോലും മൊഴിയാത്ത ബാലചന്ദ്രൻ ചുള്ളിക്കാട് സുരേഷ് ഗോപി പറഞ്ഞ പ്രജ എന്ന വാക്കിൽ പിടിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടും 18-ാം നൂറ്റാണ്ടുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്നു. അല്ലയോ മിസ്റ്റർ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പോയ കാലമൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല. അന്നത്തെ സാമൂഹിക പശ്ചാത്തലമല്ല ഇന്ന്. അതിനാൽ തന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് പഴയ കാലത്തെ ഓർപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിക്കരുത്. അതിനി ഒരിക്കലും ഒരു കാലത്തും തിരിച്ചു വരാനേ പോണില്ല. പിന്നെ എന്താ താങ്കൾ മറ്റൊന്നുകൂടി പറഞ്ഞത്? പാർലമെൻറ്റിലേക്ക് ജയിപ്പിച്ച് വിടേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. എന്തിനാണ് സാർ? അവിടെ ഡെസ്കിൽ പോയി താളം കൊട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ ഉസ്താദ് സാക്കിർ ഹുസൈനെ ജയിപ്പിച്ച് വിടണം. അദ്ദേഹമാണ് നല്ല തബലിസ്റ്റാണ്, നന്നായിട്ട് താളം കൊട്ടുകയും ചെയ്യും. അതിനാണെങ്കിൽ അവരെ ജയിപ്പിച്ച് വിടാം. അതല്ല, രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇടതുപക്ഷത്തിനെ ജയിപ്പിച്ച് വിടണം എന്ന് പറയാൻ പാടില്ല. അല്ല, താങ്കൾ കുറച്ചതും അതിന് വേണ്ടിയിട്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറിയത്? 2000-ന് പകരം 4000 തന്നാൽ ആർക്ക് നേരെയും കുരയ്ക്കുമല്ലോ. ഞാൻ ആ കാര്യം ഓർത്തില്ല. അപ്പോൾ നടക്കട്ടെ. കുറേ കാലം നിശബ്ദനായിരുന്ന താങ്കളുടെ നാവിന് ഒടുവിൽ സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ അത് സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് വേണ്ട എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ ചെയ്താൽ താങ്കളൊരു കവിയായിരുന്നു, താങ്കളൊരു സിനിമാ നടനായിരുന്നു എന്ന കാര്യമൊക്കെ അങ്ങ് മറക്കും. ഇങ്ങോട്ട് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് തിരിച്ച് കിട്ടും. അത് താങ്ങാനും കൂടെ തയ്യാറായിട്ട് വേണം ഇത്തരം ഡയലോഗ് അടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പോട്ടെ മിസ്റ്റർ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന അഭിനവ സാംസ്കാരിക നായക.